സുന്ദരമായതെല്ലാം വിശുദ്ധമാണെന്ന് കരുതരുത്. വൈകൃതമായതെല്ലാം മോശമാണെന്നും കരുതരുത്. യേശുനാഥൻ പറയുന്നുണ്ട്, ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഉള്ളിൽ കടിച്ചു ചെന്ന ചെന്നായ്ക്കളെ പോലെയാണ്. നമ്മുടെ അരികിലെ കുറച്ച് സമയം ചെലവഴിച്ചാലാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും. അകലെ നോക്കുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കും, എന്തു മനോഹരമായി സംസാരിക്കും, അതുപോലെ എന്ത് ലാളിത്യമുള്ള സ്വഭാവം. ഇത്രയും വിശുദ്ധമായ ഒരു സ്ത്രീയെയും വിശുദ്ധമായ ഒരു പുരുഷനെയും ആർക്കും മനസ്സിലാകില്ല. എന്നാൽ നമ്മുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചെന്നായ്ക്കളൊക്കെ പുറത്തേക്ക് ചാടി. ഞാനൊരു ചെന്നായിയാണോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. എൻ്റെ കുടുംബത്തിൽ എൻ്റെ കൂടെ വസിക്കുന്ന എൻ്റെ ഭർത്താവ്, ഭാര്യ, മക്കള്, അതുപോലെ എൻ്റെ സഹോദരിമാര്, ചിന്തിച്ചു നോക്കേണ്ടത് അങ്ങനെയാണ്. ഞാനൊരു ചെന്നായിയായിട്ട് മാറുന്നുണ്ടോ? ഉള്ളിൽ കടിച്ചു ചെന്ന ചെന്നായ്ക്കൾ ഉണ്ടോ എന്ന് എൻ്റെ ഉള്ളിൽ? മറ്റുള്ളവരിൽ നിന്ന് രക്തം വാർന്നെടുക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ എൻ്റെ സ്വാർത്ഥത കാരണം മറ്റുള്ളവർ വേദനിക്കുന്ന ഒരു ചെന്നായിയാണോ ഞാനൊന്ന് ചിന്തിക്കുക. എൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ഭാവം കിടക്കുന്നുണ്ടെങ്കിൽ അതെടുത്തു മാറ്റാനാണ് കർത്താവ് പറയണേ. ഞാൻ കാരണം ആരെങ്കിലുമൊക്കെ കണ്ണുനീര് പൊഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇതിനുശേഷം പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഈ മുഖംമൂടി ധരിച്ച് ജീവിക്കുന്ന വ്യക്തികളാണോ? നമ്മൾ പലപ്പോഴും മുഖംമൂടി ധരിച്ച വ്യക്തികളാണ്. പുറത്ത് കാണുമ്പോൾ എന്താണ് എന്ന കുടുംബത്തിൽ അവരെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ജീവിച്ചു പോകുന്നത്. മറ്റുള്ളവരൊക്കെ നല്ലത് പറയും, പക്ഷേ നമ്മളെക്കുറിച്ച് നല്ലത് പറയേണ്ടത് ആരെന്നറിയാമോ? നമ്മുടെ കൂടെ വസിക്കുന്നവരാണ്. അവർക്കറിയാം നമ്മളെക്കുറിച്ച് എന്താണ് നമ്മൾ എന്നൊന്ന് കൃത്യമായിട്ട് അറിയാം. ദൈവം അവരുടെ കണ്ണുനീരൊക്കെ നോക്കൂട്ടോ, അവരുടെ ഹൃദയമൊക്കെ നോക്കും. അതുകൊണ്ട് ഓർക്കുക, ഞാൻ എങ്ങനെയുള്ള സ്വഭാവമുള്ള വ്യക്തിയാണ്.